ജിപ്സം ബോർഡിന്റെ ചാനൽ അടിച്ചത് എത്രത്തോളം സ്ട്രോങ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഭായിമാർ രണ്ടുപേര് കയറി കിടക്കുന്നത്. വീടിന്റെ ഇന്റീരിയർ വർക്ക് ചെയ്യുമ്പോൾ അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് സീലിംഗ് മനോഹരമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ജിപ്സം സീലിംഗ് എന്ന് പറയുന്നത്. നമ്മൾ മറ്റു പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് സീലിംഗ് പൊളിഞ്ഞു ചാടുന്നതും അതുപോലെ തന്നെ സീലിംഗ് പെട്ടെന്ന് തന്നെ ഡാമേജ് ആയി പോകുന്നതൊക്കെ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ക്വാളിറ്റി ആയിട്ട് നല്ലൊരു സീലിംഗ് ചെയ്യുക, ജിപ്സം സീലിംഗ് വളരെ മനോഹരമായിട്ട് എങ്ങനെ ചെയ്യാം, എങ്ങനെ കോസ്റ്റ് കുറച്ച് വളരെ നല്ല ക്വാളിറ്റി ആയിട്ട് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. എൻ്റെ പുറകിൽ ഇതുണ്ട്, ജിപ്സം സീലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ജിപ്സം സീലിംഗ് ചെയ്യുന്ന ഒരു സൈറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ജിപ്സം സീലിംഗ് എങ്ങനെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ വളരെ മനോഹരമാക്കി ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഈ വർക്ക് നടക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോകാം. ജിപ്സം സീലിംഗ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ചാനൽ അടിക്കുക എന്നുള്ളതാണ്. ഈ ചാനൽ അടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലെവൽ മാർക്ക് ചെയ്യുകയാണ് ഇപ്പോൾ നിലവിൽ ചെയ്യുന്നത്. ഫ്ലോറിൽ നിന്നുള്ള ലെവൽ മാർക്ക് ചെയ്തതിനു ശേഷം വാട്ടർ ലെവൽ കൊണ്ടുള്ള ഹോസ് പിടിക്കുന്നു. അതിനുശേഷം അത് 4 സൈഡിലും ഒരേപോലെ ലെവൽ മാർക്ക് ചെയ്യുന്നു. സീലിംഗിൻ്റെ 4 സൈഡും ഒരേ ഹൈറ്റിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ വാട്ടർ ലെവൽ നോക്കുന്നത്. സീലിംഗിൻ്റെ ഹൈറ്റ് നിശ്ചയിച്ചതിന് ശേഷം അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ചോക്ക് ലൈൻ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഈ പെരിമീറ്റർ അടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലൈൻ മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. 4 സൈഡിലും ഇതുപോലെ സെയിം ലെവലിൽ മാർക്ക് ചെയ്ത് വയ്ക്കുന്നു. ലൈൻ മാർക്ക് ചെയ്തതിന് ശേഷം അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ അടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫിഷർ പ്ലഗ് അടിക്കാനുള്ള ഡ്രില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. എല്ലാ ഹോളിലും ഫിഷർ പ്ലഗ് വെച്ചതിന് ശേഷം അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ എടുത്തിട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പെരിമീറ്റർ എടുത്ത് അളവിനനുസരിച്ച് കട്ട് ചെയ്യുന്നു. അതിനുശേഷം അതിലേക്ക് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കുന്നു. പെരിമീറ്ററിന് ശേഷം നമുക്ക് പിടിപ്പിക്കേണ്ട സാധനം എന്ന് പറയുന്നത് സെക്ഷനാണ്. അപ്പോൾ സെക്ഷൻ്റെ ഓരോ ഭാഗങ്ങളും നമുക്ക് മാർക്ക് ചെയ്ത് വെക്കണം. 1.5 അടിക്ക് അല്ലെങ്കിൽ 2 അടിക്കാണ് സെക്ഷൻ സാധാരണഗതിയിൽ അടിക്കുന്നത്. നമ്മളിവിടെ 1.5 അടി ഗ്യാപ്പിലാണ് ഈ സെക്ഷനുകളെല്ലാം തന്നെ അടിക്കുന്നത്. കാരണം കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടിരിക്കട്ടെ എന്ന് കരുതിയാണ്. ചില ആളുകളൊക്കെ തന്നെ 2 അടിക്ക് തന്നെയാണ് സെക്ഷൻ അടിക്കുന്നത്. സെക്ഷൻ അടിച്ചതിന് ശേഷം അടുത്ത പരിപാടി എന്ന് വെച്ചാൽ അതിൻ്റെ സപ്പോർട്ടായ ഇൻ്റർമീഡിയറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഇൻ്റർമീഡിയറ്റ് ചാനൽ കൊടുത്ത് അതിൻ്റെ മുകളിലാണ് മെയിൻ സപ്പോർട്ട് എല്ലാങ്കിൾ എന്ന് പറയുന്ന സാധനം കൊടുക്കുന്നത്. ഈ ക്രോസ് വെച്ചിരിക്കുന്ന ഇൻ്റർമീഡിയറ്റ് ചാനലിലേക്കാണ് ജിപ്സം ബോർഡ് അടിക്കുന്ന സെക്ഷൻ എല്ലാം തന്നെ സ്ക്രൂ ചെയ്ത് വെക്കുന്നത്. ഓരോ സെക്ഷനുകളും ഇൻ്റർമീഡിയറ്റും എല്ലാം കറക്റ്റ് അളവിൽ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. ഇൻ്റർമീഡിയറ്റും സെക്ഷനും അടിച്ചതിന് ശേഷം അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതിനെ ഏറ്റവും സീലിംഗിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന, അതായത് മെയിൻ സപ്പോർട്ടായ എല്ലാങ്കിൾ എന്ന് പറയുന്നത് പിടിപ്പിക്കുക എന്നുള്ളതാണ്. ഈ എല്ലാങ്കിളിലാണ് ഈ സീലിംഗിൻ്റെ വെയിറ്റ് മുഴുവൻ തൂങ്ങിക്കിടക്കുന്നത്. നമ്മളിപ്പോൾ ചെയ്യുന്ന സീലിംഗിൻ്റെ മുകളിലെല്ലാം റൂഫിംഗ് ആയതുകൊണ്ട് തന്നെ ഈ സീലിംഗിൽ നിന്ന് റൂഫിങ്ങിലേക്ക് എല്ലാങ്കിൾ നല്ല നീളത്തിൽ തന്നെയാണ് കൊടുത്ത് വിടേണ്ടത്. അല്ലെങ്കിൽ സാധാരണ വാർക്കയാണെങ്കിൽ 1 അടി 2 അടി നീളത്തിലൊക്കെ എല്ലാങ്കിൾ കൊടുത്താൽ മതിയാവും. പക്ഷേ ഇവിടെ നല്ല നീളത്തിൽ തന്നെ കൊടുക്കേണ്ടി വരും. അടുത്തത് നമ്മൾ ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ആയിട്ടുള്ള, അതായത് വാർക്കയായിട്ടുള്ള ഭാഗത്ത് നമ്മൾ ഈ ചാനലെല്ലാം അടിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ആങ്കർ ബോൾട്ട് അടിച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ സപ്പോർട്ട് തൂക്കുന്നതിനാവശ്യമായ ആങ്കർ ബോൾട്ട് പിടിപ്പിക്കുന്നതിനുള്ള ഹോളാണ് ആദ്യം ചെയ്യുന്നത്. ഈ ഭാഗത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും സീലിംഗിൽ നിന്ന് ഈ വാർക്ക വരെ ഏതാണ്ട് 1/2 അടി കഷ്ടിയാണ് ഗ്യാപ്പുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ എല്ലാങ്കിളിൻ്റെ ഒക്കെ നീളം വളരെ കുറച്ച് മാത്രം കൊടുത്താൽ മതിയാവും. ഇനി നമ്മുടെ സീലിംഗ് പൊട്ടി വീഴാനുള്ള സാധ്യതയുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നമ്മുടെ ബായി അതൊക്കെ കയറി ഒന്ന് തൂങ്ങി കിടക്കുന്നുണ്ട്. ആ ഒറ്റ ചാനലിൽ തന്നെയാണ് അവൻ കയറി തൂങ്ങുന്നത്. ഏതാണ്ട് 70 കിലോ 75 കിലോ വെയിറ്റ് ഉള്ള ഒരാളാണ്. ആ ഒരു കറക്റ്റ് ഒരു പോയിന്റിൽ മാത്രം തൂങ്ങി കിടക്കുന്നുണ്ട്. എന്നിട്ടും വേറെ യാതൊരുവിധ പ്രശ്നങ്ങളും സംഭവിക്കുന്നില്ല. അടുത്തതായിട്ട് നമ്മൾ 2 പേരാണ് കയറി നിൽക്കാൻ പോണത്. 2 പേരും കൂടെ ഒരേപോലെ തൂങ്ങിക്കിടക്കുകയാണ്. പക്ഷേ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. പക്ഷേ ജിപ്സം ബോർഡ് വരുമ്പോൾ ഒരിക്കലും ഇത്രയും വെയിറ്റ് ഒന്നിച്ച് വരത്തില്ല. കാരണം ഇത് പല സ്ഥലത്തായിട്ടാണ് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും വെയിറ്റ് ഒരിക്കലും വരത്തില്ല. എങ്കിലും നമ്മളൊരു പ്രിക്കോഷന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുന്നതാണിത്. അപ്പോൾ നമ്മുടെ ചാനലെല്ലാം അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ബോർഡ് പിടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് അളവിനുള്ള ബോർഡ് കട്ട് ചെയ്ത് ഓരോന്നും പിടിപ്പിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ബാത്റൂമിലേക്ക് കയറുന്ന ഒരു പാസേജിൻ്റെ സൈഡിലായിട്ടാണ് ഈ ബോർഡ് പിടിപ്പിക്കുന്നത്. ബോർഡ് നേരെ കറക്റ്റ് ലെവലിൽ വയ്ക്കുക, അതിനുശേഷം സ്ക്രൂ ചെയ്യുക. അതല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല.
ബോർഡ് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ജോയിൻ്റെ പഠിക്കുക എന്നുള്ളതാണ്. ഓരോ ജോയിൻറ്റിലും അതിൻ്റെ ജോയിൻ്റെ പഠിച്ച് പുട്ടി കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ആ ജോയിൻ്റ് ഒട്ടും അറിയാതിരിക്കാനും അതിൻ്റെ സ്ക്രൂ ചെയ്ത സ്ക്രൂ ഒന്നും കാണാതിരിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് ജോയിൻ പുട്ടിയൊക്കെ അടിക്കുന്നത്. ഇവിടെ നമ്മൾ നോർമൽ ബോർഡ് അടിച്ചത് കൂടാതെ താഴെ ഒരു കോവ് ലൈറ്റ് വെക്കുന്നതിന് വേണ്ടിയിട്ട് കോവ് അടിച്ചിട്ടുണ്ട്. അതാണ് താഴെ ഒരു ചെറിയൊരു സ്റ്റെപ്പ് പോലെ കാണുന്നത്. നമ്മൾ ഈ കോവ് അടിച്ച് കോവിൻ്റെ ഇടയ്ക്കൊക്കെ പ്രൊഫൈൽ ലൈറ്റുകളും അതുപോലെ തന്നെ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പെയിൻറ്റിങ്ങിൻ്റെ ഒരു തീമും ഒക്കെ വന്നു കഴിയുമ്പം ഈ റൂം കാണാൻ വളരെ മനോഹരമായിരിക്കും. ഇപ്പം നമ്മളിതെല്ലാം പ്ലെയിനായിട്ട് കിടക്കുന്നതുകൊണ്ടാണ് വലിയൊരു ഭംഗി തോന്നാത്തത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ജിപ്സം ബോർഡ് വളരെ ക്വാളിറ്റി ആയിട്ടും ഭംഗിയായിട്ടും സെറ്റ് ചെയ്യുന്നത്. ഇപ്പം നിലവിൽ കാണുന്നത് പുട്ടിയിട്ടതിന് ശേഷമുള്ളൊരു അവസ്ഥയാണ്. ഇനി നമുക്കിതിൽ പ്രൈമർ അടിച്ച് ആവശ്യമായ പെയിൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ക്വാളിറ്റി ആയിട്ടും മനോഹരമായിട്ടും ജിപ്സം സീലിംഗ് വർക്കുകൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ ഇതുവരെ കാണാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്